ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആകെ ദേഷ്യത്തോടെ മാധവത്തിലെത്തുന്ന വല്യമാമ സരസ്വതി ടീച്ചറുടെ മാലയിട്ട് വെച്ച ഫോട്ടോ എടുത്ത് മകൻ റജിയോടായി തീയിടാനായി ആവശ്യപ്പെടുന്നുണ്ട്. റജി അത് പുറത്തു കൊണ്ടുപോയി തീയിടുമ്പോഴേക്കും അതും നോക്കി സീറ്റ് ഔട്ടിൽ തന്നെ വല്യമാമയും ലില്ലിക്കുട്ടിയും കനിയും വീണയും കല്ലുവുമെല്ലാം നിൽപ്പുണ്ട്. അപ്പോഴാണ് കനിയോടായി സരസുവിൻ്റെ കാര്യം സ്റ്റേഷനിൽ വിളിച്ചൊന്ന് അന്വേഷിക്കാനായി വല്യമ്മ പറയുന്നത്. ഞങ്ങൾ പൊക്കോളാമെന്ന് കനിയും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കനിയും വീണയും കൂടി ടീച്ചറമ്മയുടെ അടുത്തേക്കായി പോകുന്നുണ്ട്. പിന്നീട് ടീച്ചർ അമ്മയെയും കൊണ്ട് വക്കീൽ ഓഫീസിലെത്തുന്ന വീണയെയും കനിയെയുമാണ് കാണിക്കുന്നത്. കനിയപ്പോഴേക്കും കൃഷ്ണചന്ദ്രൻ സാറിനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. അതെ സാർ, 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ചെറിയമ്മേനും വീണേനുമാണ് സേഫ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ വക്കീൽ ഓഫീസിലുണ്ട്. ചെറിയമ്മയും വീണയും അഡ്വക്കേറ്റിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ സാർ, കാണാം എന്നും പറഞ്ഞുകൊണ്ട് കനി കോൾ വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും ടീച്ചർ അമ്മയും വീണയും കൂടി അഡ്വക്കേറ്റ് വിനീതയുടെ അരികിലെത്തിയിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞ പോലെയല്ലേ ടീച്ചർ കൊടുത്തത് എന്ന് വക്കീൽ ചോദിക്കുമ്പോഴേക്കും അതെ, എന്തു ചെയ്യണമെന്ന് അറിയാത്തൊരു അങ്കലാപ്പിലാണ് അവരെന്നോട് മുറിയിലിരിക്കാൻ നിർദ്ദേശിച്ചതെന്നും അവരെന്നെ ഭീഷണിപ്പെടുത്തുകയോ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നും എൻ്റെ കൂടെ അനുവാദത്തോടെയാ ഞാൻ അവിടെ ഇരുന്നതെന്നും ഞാൻ പറഞ്ഞു എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. ഇതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് വക്കീൽ രാധയെയും മഹേഷിനെയും പുറത്തിറക്കാനുള്ള വഴികളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനി സെഷൻസിൽ റെഗുലർ ബെയിലിന് കൊടുക്കാം. അവർക്ക് പ്രീവിയസ് ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നും ഇല്ലല്ലോ. വക്കീൽ ചോദിക്കുമ്പോഴേക്കും ഇല്ലെന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട്. വിക്ടിമിനെ ഇനി ഭീഷണിപ്പെടുത്തില്ല എന്നൊരു ഉറപ്പ് വേണം എന്ന് വക്കീൽ പറയുന്നത് കേട്ട് അങ്ങനെ ഒരു ഉറപ്പ് ജീവിതത്തിൽ മുഴുവനായി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വീണ പറയുന്നുണ്ട്. അപ്പോഴാണ് ടീച്ചറമ്മ വക്കീലിനോടായി ചോദിക്കുന്നത്, ഇൻഷുറൻസ് തുക കൈപ്പറ്റിയത് മക്കൾക്ക് പ്രശ്നമാവുമെന്ന്. കമ്പനിയെ ഫ്രോഡ് ചെയ്തു എന്ന തരത്തിൽ നമുക്ക് മൂവ് ചെയ്യാം. നമ്മുടെ കയ്യിൽ പേയ്മെന്റിന്റെ രേഖകൾ ഉണ്ടായിരുന്നാൽ മതി. മരിച്ചു പോയെന്ന് മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചതല്ലോ. അതുകൊണ്ട് നമുക്കത് ബെയിൽ ചെയ്യാവുന്നതേയുള്ളൂ. പക്ഷേ തുക തിരിച്ചടക്കേണ്ടി വരും എന്ന് വക്കീൽ പറയുമ്പോഴേക്കും അത് ചെയ്യാമെന്ന് ടീച്ചറമ്മയും സമ്മതിക്കുന്നുണ്ട്. പിന്നീട് ഒരു ഓട്ടോയിൽ വക്കീൽ ഓഫീസിലെത്തുന്ന കൃഷ്ണചന്ദ്രൻ സാറിനെയാണ് കാണിക്കുന്നത്. ഒരു പെട്ടിയും പിടിച്ച് സാർ ഓട്ടോയിൽ നിറങ്ങുമ്പോഴേക്കും കനി സന്തോഷത്തോടെ അടുത്തേക്ക് ചെന്ന് സാറ് വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നിച്ച് കയറാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെട്ടിയിൽ എന്താന്ന് ചോദിക്കുന്നുണ്ട്. ഇത് സീറ്റ്സ്. സരസ്വതിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമല്ലേ, ഇൻഡിപെൻഡൻസ് ഡേ എന്ന് സാറ് ചിരിച്ചോണ്ട് പറയുമ്പോഴേക്കും അതെന്തായാലും പൊളിച്ചൊന്ന് കനിയും പറയുന്നുണ്ടേ. പിന്നീട് അവർ രണ്ടുപേരും കൂടി വക്കീലിനടുത്ത് എത്തുമ്പോഴേക്കും ടീച്ചറമ്മ സന്തോഷത്തോടെ എണീറ്റുകൊണ്ട് സാറിങ്ങ് പെട്ടെന്ന് എത്തിയല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഫ്രീഡം സരസ്വതി പറഞ്ഞുകൊണ്ട് സാർ ആ പെട്ടിയിൽ നിന്നും ഒരു ലഡുവെടുത്ത് ടീച്ചറമ്മയ്ക്കായി കൊടുക്കുന്നുണ്ട്. ടീച്ചറമ്മ അത് വാങ്ങിക്കൊണ്ട് താങ്ക് യു പറയുമ്പോഴേക്കും ഇനി പഴയതുപോലെയല്ല, നല്ലൊരു ഫൈറ്ററായി നിൽക്കണം എന്ന് സാറ് പറയുമ്പോഴേക്കും ശ്രമിക്കാമെന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. ഈ ലീഗൽ ഫൈറ്റിനെ അങ്ങനെ കണ്ടാൽ മതി എന്ന് സരസ്വതിയോടായി പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ വിനിമോളെ എന്ന് സാറ് ചോദിക്കുന്നുണ്ട്. അതെ മാമ എന്ന് വിനീത പറയുന്നത് കേട്ട് ടീച്ചറമ്മയും കനിയും വീണയും എല്ലാം സംശയത്തോടെ പരസ്പരം നോക്കുന്നുണ്ട്. ലീഗൽ മൂവ്മെന്റിന്റെ കാര്യം ഞാൻ മാമനോട് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ മുന്നോട്ട് പോവാം എന്ന് വിനീത സാറിനോടായി പറയുമ്പോഴേക്കും സംശയത്തോടെ നോക്കി നിൽക്കുന്ന ടീച്ചറമ്മയെയും വീണയെയും കനിയെയും നോക്കിക്കൊണ്ട് സാറും ചിരിയോടെ എല്ലാവരും എന്താ ഈ മാമൻമോൾ ബന്ധം എന്നായിരിക്കും ആലോചിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അവരെല്ലാവരും ചിരിയോടെ നിൽക്കുമ്പോഴേക്കും വിനി എന്റെ ഫ്രണ്ട് രമേശന്റെ മോളാ. സമയത്ത് പെണ്ണൊക്കെ കെട്ടി ആണായിട്ടൊരുത്തൻ മോനായിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും എന്റെ വീട്ടിലുണ്ടാവേണ്ട കുട്ടി അല്ലേ വിനി എന്ന് സാറ് ചോദിക്കുന്നത് കേട്ട് ടീച്ചറമ്മയുടെ മുഖവും വാടുന്നുണ്ടേ. അതെ അതെ, പക്ഷേ അങ്ങനെ ഒരു വള്ളിക്കെട്ട് വീഴാത്തത് കൊണ്ട് നമ്മുടെ സ്നേഹത്തിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലേ മാമ എന്ന് വിനീത ചോദിക്കുമ്പോഴേക്കും തവരുത് എന്ന് സാറും താക്കീതോടെ പറയുന്നുണ്ടേ. നിങ്ങളെല്ലാവരും ഇരിക്കെ, ഞാൻ ചായ വാങ്ങിത്തരാം എന്ന് വിനീത പറയുമ്പോഴേക്കും നോ നോ, ഇന്ന് സരസ്വതി വാങ്ങിത്തരുന്ന സ്വാതന്ത്ര്യ ചായ തന്നെ കുടിക്കണമെന്ന് സാർ പറയുന്നുണ്ട്. അത് കേട്ട് എല്ലാവരും ചിരിയോടെ നിൽക്കുമ്പോഴേക്കും വിനിയും കൂടെ വാ എന്ന് സാർ വിളിക്കുന്നുണ്ട്. അനങ്ങാൻ പറ്റില്ല, കേസ് കെട്ട് കിടക്കുക മാമ എന്ന് വിനീത പറയുമ്പോഴേക്കും എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് സാറും ചോദിക്കുന്നുണ്ട്. ശരി, പോയിട്ട് വാ എന്ന് വിനീത പറയുമ്പോഴേക്കും അവരെല്ലാവരും കൂടി വക്കീൽ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നീട് സന്തോഷിന്റെ വീട്ടിലെത്തിയ വീണയെ എല്ലാവരും കൂടി ചോദ്യം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഡൈനിങ് ഹാളിൽ തന്നെ സന്തോഷും അച്ഛനും അമ്മയും പോറ്റിമാമനും റാണിയും ആനന്ദുമെല്ലാം നിൽപ്പുണ്ടേ. ഇവൾക്ക് ഈ കാര്യം അന്നേ അറിയാമായിരുന്നു, എന്നിട്ടും നിന്നോട് പോലും പറയാതെ മറച്ചു വെച്ചു. ഇപ്പൊ കണ്ടില്ലേ, കുടുംബക്കാരെല്ലാം അങ്ങ് അകത്തായി. ഇനി എങ്ങനെ മനുഷ്യൻ തല ഉയർത്തി ആളുകളുടെ മുഖത്തു നോക്കും എന്ന് സന്തോഷിന്റെ അമ്മ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഞാൻ ഈ ആലോചന വന്നപ്പോഴേ പറഞ്ഞതല്ലേ മണി, ഇത് നമുക്ക് പറ്റിയതല്ലെന്ന് പോറ്റിമാമനും ഇടങ്കോലിടുന്നുണ്ടേ.
സന്തോഷ് ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിൽക്കുമ്പോഴേക്കും അന്നും നീയും എന്റെ വാക്ക് തള്ളി, കുഞ്ഞൂട്ടന്റെ പ്രേമത്തിന് കൂട്ടുനിന്നു, എന്നിട്ടിപ്പോ എന്തായി എന്ന് പോറ്റി മണിയോടായി ചോദിക്കുമ്പോഴേക്കും അണ്ണ ഇവൻ ഇതല്ലാതെ വേറൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിന്നത് ഓർമ്മയില്ലേ? ഇനി ഇവൻ കെട്ടാതെങ്ങാനും നിന്നാലോന്ന് പേടിച്ചിട്ടാ ഞാൻ അന്നത് സമ്മതിച്ചത് എന്ന് മണിയും ടെൻഷനോടെ പറയുന്നുണ്ട്. കെട്ടിയില്ലെങ്കിൽ കെട്ടിയില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഇതിപ്പോ കേസിൽ കൂട്ടുപ്രതി ആവില്ലെന്ന് ആര് കണ്ടു എന്ന് പോറ്റി പറയുന്നത് കേട്ട് മണിയും ദേഷ്യത്തോടെ വീണയെ നോക്കുന്നുണ്ടേ. മണിയും ആകെ ടെൻഷനോടെ പോറ്റിയോടായി അങ്ങനെ വല്ലതും വരുവോ അണ്ണ? എല്ലാവർക്കും കൂടി വിഷം തിന്നങ്ങ് തീരാം, അല്ലാതിനി എന്ത് ചെയ്യും? ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതാ ഞാൻ എന്റെ കുഞ്ഞൂട്ടനെ, എന്നിട്ട് അവന്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് മണി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് കരയുന്നുണ്ടേ. മണി, കല്യാണം ഇവരുടെ ഒരു ട്രാപ്പായിരുന്നു, അമ്മ ജീവിച്ചിരിക്കുമ്പോഴല്ലേ ഇവൾ ജോലിക്ക് കയറിയത് എന്ന് പോറ്റി വീണയെ കുറ്റപ്പെടുത്തുമ്പോഴേക്കും വീണയും ആകെ ദേഷ്യത്തോടെ ഇല്ലാത്ത കാര്യം പറയരുതെന്ന് ഒച്ച വെക്കുന്നുണ്ട്. പോറ്റിയും അവളുടെ നേരെ വിരൽ ചൂട്ടിക്കൊണ്ട് ഇനി നീ ഒരക്ഷരം മിണ്ടിപ്പോവരുത്, ഇങ്ങനൊരു കുടുംബം ആൾക്കാരെ പറ്റിച്ച് ജീവിതമുണ്ടാക്കാൻ നടക്കുന്നു, കഷ്ടം തന്നെ എന്ന് പറയുമ്പോഴേക്കും ഒരായുഷ്കാലം നിന്റെ കൂടെ ജീവിക്കേണ്ടവളായിട്ടും ഇങ്ങനൊരു കാര്യം നിന്റെ അടുത്ത് പറയാതെ ഇവൾ നിന്നെ ചതിക്കായിരുന്നില്ലേ എന്ന് മണി സന്തോഷിനോടായി ചോദിക്കുന്നുണ്ട്. പരമദുഷ്ട എന്ന് മണി വീണയെ വിളിക്കുമ്പോഴേക്കും അവൾ ദേഷ്യത്തോടെയും ടെൻഷനോടെയും തലയുയർത്തി സന്തോഷിനെ നോക്കുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരേ നിൽപ്പാ. അതുമല്ല, ഇവളുടെ അമ്മ മുറിയിലെങ്ങാണ്ടോ പാത്തിരുന്നപ്പോഴല്ലേ ഇവളുടെ കല്യാണം നടത്തിയത്, ഇത് തള്ളയും ഇവളും കൂടി ചേർന്നുള്ള പ്ലാനാ. ചുളുവിലല്ലേ ഇവനെ പോലെ സർക്കാർ ജോലിയുള്ള ഒരു പയ്യനെ അവർക്ക് കിട്ടിയത് എന്ന് പോറ്റി ചോദിക്കുമ്പോഴേക്കും ഞാൻ ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് കരുതിയത് ഇവനായിരുന്നു, എന്നിട്ട് ഇവന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ അണ്ണ. ഞാൻ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എന്റെ കുഞ്ഞൂട്ടനെ ഏറ്റവും നല്ല പെണ്ണിനെ തന്നെ ഞാൻ കണ്ടുപിടിച്ചു കൊടുക്കുമായിരുന്നു എന്ന് മണിയും സങ്കടത്തോടെ പറയുന്നുണ്ട്. അത് കേട്ട് നിറഞ്ഞ കണ്ണുകളോടെ വീണ സന്തോഷിനെ നോക്കുന്നുണ്ടെങ്കിലും അവൻ തലയും കുനിച്ച് ദേഷ്യത്തോടെ ഒരേ നിൽപ്പാ. അപ്പോഴാണ് പോറ്റി വീണ്ടും എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ആ കാര്യം അവരോട് പറയുന്നത്. ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ലെന്നേയുള്ളൂ, കല്യാണത്തിന് മുന്നേ ഇവളുടെ അച്ഛന്റെ കാര്യം തിരക്കാൻ ഇവളുടെ വീട്ടിൽ പോയപ്പോ എന്നെ ആളെ വെച്ച് തല്ലിയതാ ഇവരുടെ വീട്ടുകാര്. എന്റെ പുതിയ സെറ്റുപല്ല പൊട്ടിയത്. അന്ന് എനിക്ക് മനസ്സിലായി ഇവളുടെ കുടുംബത്തിൽ ശരിക്കും കുഴപ്പങ്ങളുണ്ടെന്ന് എന്ന് പോറ്റി പറയുന്നത് കേട്ട മണിയും ആകെ ദേഷ്യത്തോടെ വീണയെ തന്നെ നോക്കുന്നുണ്ടേ. അച്ഛൻ നേരത്തെ കളഞ്ഞിട്ട് പോയി, അതൊക്കെ ആരുടെ കുഴപ്പങ്ങളാണെന്ന് ആർക്കറിയാം, നേരും നെറിയുമില്ലാത്ത കൂട്ടര് എന്ന് പോറ്റി വീണയുടെ കുടുംബത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്നുണ്ടേ. നാണമില്ലാതെ ആരെയും പറ്റിക്കാൻ നടക്കുന്ന കുടുംബക്കാര് എന്ന് വീണയെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ട് സന്തോഷിനോടായി മണി പറയുന്നുണ്ട്. കുഞ്ഞുട്ടാ, ഇനിയെങ്കിലും നീ ഞങ്ങൾ പറയുന്നതും കേട്ട് നടന്നോണം, ഇല്ലെങ്കിൽ നിന്റെ ജീവിതം പോവും എന്ന് പറയുമ്പോഴേക്കും ഇതെല്ലാം കേട്ട് വീണയും ആകെ സങ്കടത്തോടെ സന്തോഷിനെ നോക്കുമ്പോഴേക്കും അതുവരെ ആകെ മരവിപ്പോടെ നിൽക്കുന്ന സന്തോഷ് ഞാൻ സ്നേഹിച്ചു വിശ്വസിച്ചു എന്ന് സങ്കടത്തോടെ പറയുന്നുണ്ട്. അതിനുള്ള ശിക്ഷയാ നിനക്കിപ്പോ കിട്ടിയത് എന്ന് പോറ്റി പറയുമ്പോഴേക്കും വിഷമിക്കാതെ മോനെ, പരിഹാരമുണ്ടാക്കാമെന്ന് നടേശനും സന്തോഷിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ടേ. ഇതിനെന്തു പരിഹാരം വേണമെന്ന് എനിക്കറിയാം, ഞാൻ അത് പറയും, അന്നേരം വേറെ ആരും ഒന്നും പറയാൻ നിൽക്കണ്ട എന്ന് മണി എല്ലാവരോടുമായി തന്റെ തീരുമാനം അറിയിച്ചുകൊണ്ട് വീണയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് എന്റെ കൊച്ചിന്റെ കണ്ണീരിനെ നീ എണ്ണി എണ്ണി പറയേണ്ട ഒരു ദിവസം വരും, ഈ പാവത്തിനെ നിനക്കെങ്ങനെ പറ്റിക്കാൻ തോന്നിയടി, നീയൊക്കെ എങ്ങനെ ഗുണം പിടിക്കാനാടി എന്ന് സന്തോഷിന്റെ അമ്മ സങ്കടത്തോടെ ചോദിക്കുമ്പോഴേക്കും വീണയും ആകെ നിസ്സഹായതോടെ അവിടെ നിന്ന് കരയുന്നുണ്ടേ. പിന്നീട് സന്തോഷ് തന്റെ റൂമിലെത്തുമ്പോഴേക്കും കട്ടിലിൽ ഒരു മരവിപ്പോടെ ഇരിക്കുന്ന വീണയാണ് കാണിക്കുന്നത്. സന്തോഷ് അവളുടെ അരികിലേക്ക് ചെന്ന് വീണ, ഞാൻ എന്തുമാത്രം കൊതിച്ചു എന്ന് അറിയോ നീയുമൊത്തുള്ള ജീവിതം, പിന്നെ നിന്നെ കിട്ടിയപ്പോഴും ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണെന്ന് കരുതിയതാ. വീണ, എനിക്കറിയില്ല വീണ ഇപ്പൊ എന്താ ഈ സംഭവിക്കുന്നെന്ന്, ആദ്യം നിന്നെ കാണുന്നത് മുതലേ ഇഷ്ടമാ, ടീച്ചറിന്റെ മകളാണെന്നുള്ള ഒരു അകൽച്ച അന്നേ ഉണ്ടായിരുന്നു, ജാഗരിക്കുമെന്നുള്ള ഭയത്താൽ ഒരിക്കലും എൻ്റെ ഇഷ്ടം വീണയോട് ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ല, ഭയമായിരുന്നിട്ടും ടീച്ചറോട് ഞാൻ അക്കാര്യം പറഞ്ഞു, ടീച്ചർ പറഞ്ഞതുപോലെ അതിനുശേഷവും ഞാൻ വീണയോട് ഇക്കാര്യം മിണ്ടിയില്ല, ഒരിക്കലും ഞാൻ വീണയെ വെറുതെ പ്രേമിച്ചു നടക്കാൻ തുനിഞ്ഞിറങ്ങിയിട്ടില്ല, സമൂഹം കൽപ്പിച്ച എല്ലാ അതിർവരമ്പുകൾക്കിടയിലും നിന്നുകൊണ്ടാ ഞാൻ എൻ്റെ സ്നേഹം വീണയോട് പ്രകടിപ്പിച്ചത്, നാം ഒന്നായ ശേഷവും വീണയോട് ഒളിക്കാൻ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ വീണയ്ക്ക് അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് സന്തോഷ് വേദനയോടെ പറയുന്നുണ്ട്. കാര്യങ്ങൾ ഇത്രയും വഷളാവുന്നതുവരെ ഒന്നും എന്നോട് പറയാതെ വീണ അത് മറച്ചുവെച്ചു, അതാണ് സത്യത്തിൽ എന്നെ പൊള്ളിച്ച വിഷമം, വീണയ്ക്കത് വിവാഹത്തിന് മുന്നേ എന്നോട് പറയാമായിരുന്നു,
ടീച്ചറമ്മ ജീവനോടെ ഇരിപ്പുണ്ടെന്നറിഞ്ഞാൽ എനിക്ക് സന്തോഷമാവുകയല്ലേ ഉള്ളൂ. ആരോടും പറയരുതെന്നായിരുന്നെങ്കിൽ ഞാനത് കേൾക്കുമായിരുന്നില്ലേ വീണ എന്ന് സന്തോഷ് സങ്കടത്തോടെ ചോദിക്കുമ്പോഴേക്കും സന്തോഷേട്ടനോട് ഞാനത് പറയാനായി തന്നെ ഇരുന്നതാ. സൂചിപ്പിക്കുകയും ചെയ്തു, എനിക്കൊരു കാര്യം പറയാനുണ്ട്, സമയമാവുമ്പോൾ പറയാമെന്ന്. പക്ഷേ കാര്യങ്ങൾ കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് നീങ്ങിയപ്പോൾ പറയാനുള്ള കാര്യവും ഞാൻ മാറ്റിവെച്ചു. സമ്മതിക്കുന്നു, പറഞ്ഞില്ലെന്നുള്ളത് എന്റെ തെറ്റാ. വീണയും കരഞ്ഞുകൊണ്ട് പറയുമ്പോഴേക്കും സ്വന്തം ഭാര്യയുടെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ എല്ലാവരും എന്നെ പോഴനെന്ന് പറയില്ലേ? അല്ലെങ്കിലും പലരും എന്നെ അങ്ങനെ പറയുന്നുണ്ട്. ഇനിയിപ്പോ കാര്യങ്ങൾ മുന്നോട്ട് തന്നെ പോയാലും ഇതൊരു കരടായി എന്നും ഉള്ളിൽ കിടക്കില്ലേ എന്ന് സന്തോഷ് പറയുന്നത് കേട്ട് മുന്നോട്ട് പോയാൽ എന്നൊക്കെയാ അങ്ങനെയൊക്കെ വിചാരിച്ചു തുടങ്ങിയോ എന്ന് വീണയും ചോദിക്കുന്നുണ്ട്. എനിക്ക് എന്റെ പ്രഷർ അറിയില്ല, പോറ്റിയുടെയും അമ്മയുടെയും ബന്ധുക്കളുടെയും എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും എനിക്ക് പണ്ടേ തോന്നിയിരുന്നു മറ്റുള്ളവരാ സന്തോഷേട്ടന്റെ ജീവിതം തീരുമാനിക്കുന്നതെന്ന്. ഈ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഞാൻ എവിടെയായെന്ന് വീണ കരഞ്ഞോണ്ട് ചോദിക്കുന്നുണ്ട്. ഒന്നും എന്നോട് പറയാത്തതിനുള്ള ഉത്തരമാവുന്നില്ലല്ലോ വീണ. ആ അറിവ് ഒരകലം കൂടിയാ, അത് വല്ലാതെ വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കും എന്നുറപ്പിച്ച് പറഞ്ഞുകൊണ്ട് സന്തോഷം ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടേ. ഒന്നും ചെയ്യാൻ കഴിയാതെ വീണയും നിസ്സഹായതയോടെ ആ കട്ടിലിരുന്ന് സങ്കടത്തോടെ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ടേ. പിന്നീട് ടീച്ചർ അമ്മയുടെ തളത്തിൽ ആകെ സങ്കടത്തോടെ തളർന്നിരിക്കുന്ന കല്ലുവിനെയും കാവ്യയുമാണ് കാണിക്കുന്നത്. ടീച്ചറമ്മ അവർക്ക് രണ്ടുപേർക്കുമായി പാല് വന്നുകൊണ്ട് കൊടുക്കുമ്പോഴേക്കും എനിക്ക് വേണ്ട അമ്മാമ്മേ എന്ന് കാവ്യയും പറയുന്നുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, കൊച്ചു കുട്ടികളൊന്നും കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും എനിക്ക് പാല് വേണ്ട അമ്മാമ്മ എന്ന് കാവ്യ വീണ്ടും പറയുന്നുണ്ടേ. കാവ്യക്കുട്ടിക്ക് കൂടുതൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട് പാലില്, പിന്നെ ഡേറ്റ് സിറപ്പും ഒഴിച്ചിട്ടുണ്ട്, ഒറ്റ വലിക്കങ്ങ് കുടിച്ചേ അമ്മാമ്മ കാണട്ടെ എന്ന് പറഞ്ഞ് അവൾക്കിട്ടൊരു ഉമ്മയും കൊടുത്തോണ്ട് കൈവരിയിൽ പാൽ ഗ്ലാസും പിടിച്ചിരിക്കുന്ന കല്ലുവിനോടായി, കല്ലൂസേ കുടിക്കുമോളെ, നീ കുടിച്ചാ അവളും കുടിക്കുമെന്ന് പറയുന്നുണ്ട്. അവളത് കുടിക്കുമ്പോഴേക്കും ദേ കല്ലു ചേച്ചി ഇപ്പോ ഫസ്റ്റ് അടിക്കും, മോള് സമ്മതിക്കരുത്, കുടിച്ചോ കുടിച്ചോ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും കല്ലുവും വേഗം പാല് വാങ്ങി കുടിക്കുന്നുണ്ടേ. അപ്പോഴേക്കും ടീച്ചറമ്മയുടെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്. ടീച്ചറമ്മ അതെടുത്തു നോക്കുമ്പോഴേക്കും വീണയായിരുന്നു അത്. കുഞ്ഞി പറയടി എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഇന്നലെ അറസ്റ്റിന്റെ കാര്യമൊക്കെ അറിഞ്ഞ് ഇവിടെ ആകെ ബഹളമായിരുന്നു എന്ന് പറഞ്ഞ് മണിയും പോറ്റിയും കൂടി വീണയെയും വീട്ടുകാരെയും കുറ്റപ്പെടുത്തി അധിക്ഷേപിച്ച കാര്യമെല്ലാം വീണ ടീച്ചർ അമ്മയോടായി പറയുന്നുണ്ടേ. നമ്മൾ പ്ലാൻ ചെയ്ത ട്രാപ്പാണെന്നാ സന്തോഷേട്ടന്റെ അമ്മ പറയുന്നത്. സന്തോഷേട്ടന്റെ കണ്ണീരിനെ ഞാൻ എണ്ണി എണ്ണി പറയേണ്ടി വരുമെന്നൊക്കെ ശപിക്കും പോലെ പറഞ്ഞത്. സന്തോഷേട്ടനോട് ഞാൻ അമ്മയുടെ കാര്യം പറയാനത് വലിയ വിഷമമായിട്ടാ പറഞ്ഞത് എന്നൊക്കെ വീണ വീടിന് പുറത്തുനിന്ന് പറയുമ്പോഴേക്കും എന്തു ചെയ്യാനടി, ഞാൻ സന്തോഷിനോടൊന്ന് സംസാരിച്ചു നോക്കിയാലോ എന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും കനിയും ടീച്ചർ അമ്മയുടെ അരികിലേക്കായി എത്തുന്നുണ്ടേ. ഇപ്പോ അതല്ല അമ്മ പ്രശ്നം, സന്തോഷേട്ടനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്ന് വീണ പറയുന്നത് കേട്ട് ഒരു ഞെട്ടലോടെ എന്തിനെന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്. അമ്മയുടെ മിസ്സിങ്ങും ഞങ്ങളുടെ വിവാഹവും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാ വിളിപ്പിച്ചത് എന്ന് വീണ പറയുന്നത് കേട്ട് അമ്പരപ്പോടെ എന്നിട്ടെന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്. എല്ലാരും കൂടി സ്റ്റേഷനിലേക്ക് പോവാൻ ഇറങ്ങുന്നമ്മ, എന്നെ എന്തൊക്കെയോ വഴക്കു പറയുന്നുണ്ട് സന്തോഷേട്ടന്റെ അമ്മ എന്ന് വീണ സങ്കടത്തോടെ പറയുമ്പോഴേക്കും മോൾ അതൊന്നും കാര്യമാക്കണ്ട, ഞാനേ കനിയേയും കൂട്ടി സ്റ്റേഷനിലോട്ട് വരാം, മേരിയോടും പറയാം, നീ ടെൻഷൻ അടിക്കാതെ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് വീണയും കോൾ കട്ട് ചെയ്യുന്നുണ്ടേ. പിന്നീട് മേരിക്കുട്ടി ടീച്ചർക്ക് ടീച്ചറമ്മയുടെ കോൾ വരുന്നതാണ് കാണിക്കുന്നത്. മേരിക്കുട്ടി ടീച്ചർ ആ കോൾ എടുക്കുമ്പോഴേക്കും മേരി നമ്മുടെ സന്തോഷിനെ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ വീണ പറഞ്ഞ കാര്യങ്ങളെല്ലാം മേരിക്കുട്ടി ടീച്ചറോടായി പറയുന്നുണ്ട്. കാര്യങ്ങളെല്ലാം കേട്ട് സരസു നീ ടെൻഷൻ ആവാതെ, ഞാനും ജോണും കൂടി സ്റ്റേഷനിലേക്ക് എത്താം എന്ന് മേരിക്കുട്ടി ടീച്ചർ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുമ്പോഴേക്കും ശരി ഞാനും ഇറങ്ങുവാ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മയും കോൾ വയ്ക്കുന്നുണ്ടേ. ആകെ ടെൻഷനോടെ നിൽക്കുന്ന ടീച്ചറമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പോറ്റിയും മോഹനും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.